തട്ടത്തിമറയത്ത് കണ്ട അതേ വൈബ് പിന്നെയും കാണാൻ കിട്ടിയൊരു സന്തോഷമുണ്ട്. എന്താ പറയാ, നമ്മുടെ മനസ്സ് നിറയും. നല്ലൊരു ഓണം പടം. പക്ക ഫീൽ കിട്ടും, പ്രോപ്പർ ഫീൽ കിട്ടും. ഗിരീഷ് ഷെഡി അല്ല, കുറച്ചുകൂടെ ലെവൽ അപ്ഗ്രേഡ് ആയല്ലോ. കാരണം ഷെഡിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പടമാണ്. ഒരുപാട് ഫ്രം ദ ഡയറക്ടർ ഓഫ് ബ്ലോക്ക് ബസ്റ്റർ പ്രേമലു സേഫ് സോണിലെത്തുന്ന നിവിൻ പോളി ചിത്രം ഓണം റിലീസിനെത്തുന്ന ഫീൽ ഗുഡ് ഫാമിലി റോം കോം എന്റർടൈനർ ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടറിഞ്ഞ് വിളിച്ചോടെ കണ്ടായിരുന്നു. റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ പടം കണ്ടാൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 10 പേർക്ക് അടുത്ത ടോക്സിക്കിൻ്റെ ഒരു മൂവി ടിക്കറ്റ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ബത്ലഹേം കുടുംബ യൂണിറ്റ് റിവ്യൂലേക്ക്. ഫീൽ കിട്ടി? പക്ക പഴയ നിവിൻ പോളി ഗിരീഷ് ഷെഡി പടം ഫീൽ പക്ക സാധനം. ഓണം തൂക്കായിരിക്കും. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണ്. എന്റർടൈനർ പക്ക ഫീൽ കിട്ടും, പ്രോപ്പർ ഫീൽ കിട്ടും. അതായത് ഇമോഷണൽ ആണോ അതോ കൂടുതൽ കോമഡി? ഭയങ്കര കോമഡി ഉണ്ട് ആവശ്യത്തിന്, നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ആ ഒരു റോം കോം സാധനം കിട്ടി. നിവിൻ പോളി മമിത കോംബോ അടിപൊളി. ഗിരീഷ് ഷെഡി ഓണം തിയേറ്റർ വൈബൊക്കെ എങ്ങനെ? കൂട്ടശ്ശേരിക്കുള്ള സാധനമുണ്ട്. ആ ഗിരീഷ് ഷെഡിയുടെ നോർമൽ പടം അറിയാമല്ലോ, ആ കണക്ട് ആവുന്ന കോമഡികൾ, പിന്നെ മ്യൂസിക് പ്ലേസ്മെന്റ് ഒക്കെ അസാധ്യമാണ്. പിന്നെ ചില ഫ്രെയിംസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവും. നല്ലൊരു പടം. ഓണത്തിന് ഫാമിലി കയറാൻ പറ്റിയ പടം. ഓണം വിന്നർ തന്നെയാണ് ഉറപ്പായിട്ടും. പഴയ നിവിൻ പോളി വൈബൊക്കെ കിട്ടിയ ഒരു പഴയ നിവിൻ പോളി അല്ല, എന്നാലും നിവിൻ പോളി വൈബ്സ് ഉണ്ട്, ഒരുപാട് വൈബ്സ് ഉണ്ട്. നമുക്ക് കണക്ട് ആവുന്ന പണ്ടത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്, പിന്നെ ഒരുപാട് റെഫറൻസസ് ഉണ്ട്. നല്ല രസമുണ്ട്, നല്ലൊരു പടം. ഓണം തൂക്കി. എനിക്ക് ഗിരീഷ് ഷെഡിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പടമാണ്. ഒരുപാട് ചിരിക്കാണ്ട് നല്ല ഫീലാണ്. അടിപൊളി പടം. ഭയങ്കര ഫീൽ ഗുഡ് പടമാണ് പുള്ളിയുടെ പ്രത്യേകം. അതുപോലെ തന്നെ നല്ല നല്ല ഹ്യൂമർ ഉണ്ട്. അതുപോലെ തന്നെ റൊമാൻസ് ഭയങ്കര രസമാണ്. ഭയങ്കര ഫീലാണ്. ഓണം തൂക്കി, ഒരു ഡൗട്ട്. ഫാമിലിക്കും എല്ലാം മറക്കാവുന്ന പരിപാടിയാണ്. എല്ലാവർക്കും മറക്കാം. അടിപൊളി കുറെ നാൾ ശേഷം ഇങ്ങനെ കണ്ണു നിറയെ കണ്ടോണ്ടിരിക്കാം. കോമഡി ഒക്കെ വർക്കായോ? അടിപൊളി കോമഡിയും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല പടം. എടുത്തു പറയാൻ എന്തുണ്ട് സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാൻ? ഫുൾ പോസിറ്റീവ് അല്ല, നിവിൻ പോളി തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ്. എന്താ പറയാ, നമ്മുടെ മനസ്സ് നിറയും. നല്ലൊരു ഓണം പടം. കിട്ടില്ല പടമാണ്. പൊളിപ്പടം, പൊളി. നമ്മുടെ പ്രതീക്ഷനെക്കാട്ടി അടിപൊളിയായി. ഓണം വിന്നർ ആവോ? ഷുവർ ഷോട്ട്. കിട്ടില്ല. നിവിൻ പോളി തകർത്ത് എല്ലാം മൊത്തത്തിൽ. ഗിരീഷ് ഷെഡിയുടെ ഫാമിലിക്കായാലും എല്ലാവർക്കായാലും നല്ല നല്ല അടിപൊളി പടം. സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? സിനിമയുടെ ഒരു മറ്റേ പ്രേമലു തണ്ണീർമത്തൻ ദിനങ്ങൾ, ആ സിനിമയുടെ ഒക്കെ ഒരു ഫ്ലോ കണക്ക് തന്നെ അടിപൊളി ഫ്ലോ ഉള്ള നല്ല കിഡിലൊരു റോം കോമാണ്. എന്നാലും മൊത്തത്തിൽ അടിപൊളി. നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. 2.25 മണിക്കൂർ ലാഗൊന്നും അടിക്കുന്നുണ്ടോ? ലാഗൊന്നുമില്ല, ഫുള്ള് ഓണാണ് പടം. മറ്റേ പ്രേമലു ആ ഗിരീഷ് ഷെഡിയുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ റോം കോമിന്റെ, ആ ഒരു ഫ്ലോയിലുള്ള കിട്ടിലം പടമാണ് ഓണം. നിവിൻ പോളി എന്തായാലും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിട്ടില്ല ഫാമിലി ഓഡിയൻസിന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കിട്ടില റോം കോം. ഈ മമിത നിവിൻ പോളി ആ ഒരു കഥയ്ക്ക് അനുയോജ്യമാണ്. ആ ഒരു കാസ്റ്റ് ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ലവ് സ്റ്റോറിയാണ്. അപ്പൊ അതിനനുസരിച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന പോലെയാണോ? എല്ലാ ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ലവ് സ്റ്റോറി റോം കോം പൊള്ളി. നല്ല റിപ്പീറ്റ് വരെയുള്ള കിട്ടിലം പടം. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. അത്യാവശ്യം നന്നായിട്ട് 2 മണിക്കൂർ ബോറടിക്കാതെ ഒരു ലാഗും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്നതാണ്. അധികം ഡ്രമാറ്റിക്കോ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ല. സ്മൂത്തായിട്ട് കണ്ടിരിക്കാം. കോമഡി ഒക്കെ വർക്കായിട്ടുണ്ടോ? കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. ഒരുപാട് പൊട്ടിച്ചിരിക്കാന്നല്ലാണ്ട് നമുക്ക് അത്യാവശ്യം ആസ്വദിക്കാനുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. അത് പൊട്ടിച്ചിരിയുള്ള മൊമെന്റ്സ് കുറവായിരുന്നു അതോ? കുറവാ. ഒരുപാടങ്ങ് പൊട്ടിച്ചിരിക്കാനായിട്ടില്ല. ഭയങ്കര ഹ്യൂമറസ് അല്ല, കോമഡിയെ മാത്രം ബേസിലുള്ള പടമൊന്നുമല്ല. അതുകൊണ്ട് എന്നാലും ഡ്രാമയാണ്, ഫാമിലി ഡ്രാമയാണ്. എന്നാലും ആസ്വദിക്കാനുള്ള മൊമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാം. ബോറടിക്കില്ല, ലാഗ് അടിക്കില്ല. നിവിൻ പോളി മമിതര കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് എല്ലാവരുടെയും കാസ്റ്റിംഗ് നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ലൈക്ക് എക്സ്പെക്റ്റഡ് ടൈപ്പ് തന്നെ. നിവിൻ പോളിന്റെ ഒരു ഡിഫറൻറ്റ് സൈഡ് കണ്ടപ്പം എന്താ വെച്ചാൽ തട്ടത്തിമറയത്ത് കണ്ട അതേ വൈബ് പിന്നെയും കാണാൻ കിട്ടിയൊരു സന്തോഷമുണ്ട്. കൊള്ളാം, രസമായിരുന്നു. ലൈക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ പറ്റിയതാണ്. സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഇഷ്ടപ്പെട്ടത് കോമഡി ആയാലും ഹ്യൂമർ ആയാലും ക്ലിക്കായി, റൊമാൻസ് ആയാലും ക്ലിക്കായി. നിവിൻ പോളിന്റെ എല്ലാം നമുക്ക് കാണാൻ ആഗ്രഹിച്ച എല്ലാം ഇതിനകത്തുണ്ട്. ഈ മമിത നിവിൻ പോളി കാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഏജ് ഡിഫറൻസ് ആണല്ലോ കഥ. ആ കഥ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവോ? അത് ഡൈജസ്റ്റ് ആവും. കാരണം ഇന്നിപ്പം ഏജ് ഒരു ഫാക്ടറേ അല്ല, അത് ഒരു ഇഷ്യൂ അല്ല. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇപ്പം ഫാമിലി ആയിട്ടും കാണാൻ കൊള്ളാവുന്നതാണ്. ഗിരീഷ് ഷെഡി പടം കണ്ടിറങ്ങുന്ന ഫീൽ കിട്ടി? ഗിരീഷ് ഷെഡി അല്ല, കുറച്ചുകൂടെ ലെവൽ അപ്ഗ്രേഡ് ആയല്ലോ. കാരണം ഫൈറ്റും എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിട്ട് സ്വിംഗ് ആയിട്ടാണ് പോയിരിക്കുന്നത്. പക്ക ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. നമുക്ക് ഈ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു ബസ്റ്ററാണ്. റിപ്പീറ്റ് വാല്യൂ ഒക്കെ ഉള്ള പടമാണ്. റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ പ്രൊഡിക്റ്റ് ചെയ്യാക്കത്തില്ല. നമുക്ക് പിന്നെ കണ്ടു കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. നമുക്ക് സ്ട്രെസ് അടിച്ച് നിവിൻ പോളി മമിത കോംബോ അടിപൊളി കോംബോ ആണ്. എന്തായാലും ഓണം വിന്നർ ഉറപ്പാണ്. ഓണം വിന്നർ ഇത് തന്നെ. ഓണം തൂക്കി. നിവിന്റെ കംബാക്ക് ആണ്. മറ്റേ പ്രേമത്തിലെ അതൊക്കെ ആയിട്ട് നല്ല മാച്ചിങ് ഒക്കെ ഉണ്ട്. എന്തായാലും ഓണം നിവിൻ പോളി തൂക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മാമിന്റെ നിവിൻ പോളിയുടെ കോമ്പിനേഷൻ. ഏജ് ഗ്യാപ്പ് ആ ഒരു ഡിഫറൻസ് അതൊന്നും ഫീൽ ചെയ്തില്ല. നല്ല രസമായിരുന്നു. അത്രേ ഉള്ളു.
തിയേറ്ററിലും കൂട്ടച്ചിരി എന്നൊക്കെ പറയുന്നത് ആ ലെവൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് നമ്മള് കാര്യം പറഞ്ഞു തന്നല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അത് തന്നെ. പിന്നെ നിവിൻ പോളിയോടെ അവര് ഫീൽ ഗുഡ് അല്ല, കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ. നിവിൻ പോളിയോടെ അങ്ങനെ ആയിരുന്നു. കോമഡിയൊക്കെ നല്ലതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ കോമഡിയൊക്കെ. കുറെ നാളിന് ശേഷമാണ് തിയേറ്ററിൽ നിന്ന് ഇത്രയും നല്ലൊരു കോമഡി പടം കാണുന്നത്. ഓണം വിന്നറാണ്. ഓണം വിന്നറാണ് ഉറപ്പ്. ഓണം വിന്നർ തന്നെ. ഓക്കെ, ഭയങ്കര ഫീൽ ഗുഡ് ആണ്. ആ ഗിരീഷ് നല്ല ഫീൽ, അത് തന്നെ പ്രേമലുവിന്റെ ഒരു വേറെ ടൈപ്പ് പടം. നിവിൻ പോളിയുടെ പീക്ക് സാധനം. ഓണം വിന്നർ തന്നെ. ആ പഴയ നിവിൻ പോളി വൈബ് കിട്ടിയോ? വൈബ് തന്നെ, ഫുള്ള് റോംകോം എന്റർടൈൻമെന്റ്. പൊട്ടിച്ചിരിപ്പിക്കുന്ന പരിപാടിയാണ്. പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നല്ല സിനിമയായിരുന്നു. ഗിരീഷ് ഷെഡിയുടെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷെ നല്ല അടിപൊളി ഒരു പ്രേമലു സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ സ്റ്റോറി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഫീൽ ഗുഡ് ആണ്. അത്യാവശ്യം നമുക്ക് എമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആണ്. ഓക്കെ ഓക്കെ, ഫീൽ ഗുഡ് എന്റർടൈനർ. ഭയങ്കര ഫീൽ ഗുഡ് ആണ്. നല്ല കോമഡി എന്റർടൈനർ. എങ്ങനെയാണ് റൊമാൻസും ഇവരെ കോംബോ ഒക്കെ? നല്ലതായിരുന്നു. സ്റ്റോറി എങ്ങനെയുണ്ട്? സ്റ്റോറി കൊള്ളാം. നമ്മുടെ ഗിരീഷ് ഷെഡി പടമൊക്കെ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫൈഡ് ആവും. നിവിൻ പോളിയുടെ ഒരു കംബാക്ക്. ഓക്കെ, പക്ക ഫീൽ ഗുഡ് ആണ്. എങ്ങനെയാണ് റൊമാൻസ് പരിപാടി വെച്ചിട്ടുണ്ടോ? പണ്ടത്തെ നിവിൻ പോളി അത് തന്നെ. പിന്നെ അടിപൊളി, അങ്ങനെ ഇമോഷണൽ ആവും. എല്ലാം അടിപൊളി. ഓക്കെ, ടോട്ടൽ എന്റർടൈൻമെന്റ് ആണ്. തിയേറ്ററിൽ ഒരു കൂട്ടച്ചിരി അങ്ങനത്തെ പടങ്ങളൊക്കെ, അങ്ങനത്തെ കോമഡി വെച്ചിട്ടുണ്ട്. കോമഡി ഉണ്ട്, നല്ലതായിട്ടുണ്ട്. ഇവരുടെ കോംബോ എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി കെമിസ്ട്രി, അടിപൊളി കെമിസ്ട്രി. ആൾക്കാര് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ഇത്ര ഏജ് ഡിഫറൻസ് അത് തന്നെയാണല്ലോ പടം, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടിറങ്ങുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവും. ഫുൾ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ.